തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലായിട്ടുള്ള ഈ തെമ്മാടി കാണിച്ച പ്രവർത്തനത്തിന് പോലീസ് ആകേണ്ടതുണ്ട്. പ്രതിഷേധത്തിന്റെ പേരിൽ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ചെന്ന് തോന്നിവാസം. ഉദ്ദേശം വേറെയാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ അവർ പ്രതിഷേധിക്കുകയാണ്. അത് ഈ നാട്ടിൽ ആരും തടയുന്നില്ല. ഒരു വിവാദമുണ്ടായാൽ അതിന്റെ പേരിൽ പ്രതിഷേധമാകാം. പക്ഷേ ആ സമരം തടയാൻ നിന്ന പോലീസുകാരന്റെ മുഖത്തിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ദൃശ്യം കണ്ടേ. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. അപ്പോ പ്രതിഷേധിക്കാനല്ല വന്നത്, അവിടെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ക്രിമിനലുകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. സുഡാപ്പിയായിട്ടുള്ള നേമം ഷജീർ എന്ന യൂത്തനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ക്രിമിനലുകളെ നേരെ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് പറഞ്ഞു വിട്ട് അക്രമം അഴിച്ചുവിടുക. ആ അക്രമം അഴിച്ചുവിടുന്നതിനാണ് ഒരു പോലീസുകാരനെ പിടിച്ചു വലിക്കുന്നത്. നോക്കൂ, അയാളെ മുഖത്തേക്ക് ഇടിക്കുകയാണ്. അതിന് അയാൾ എന്ത് ചെയ്തു? ഇവരെ ആരെങ്കിലും തല്ലിയോ? KSRTC ബസ്സുകൾക്ക് സംരക്ഷണം കൊടുക്കുക, അതിനകത്ത് വന്നിട്ട് സമരത്തിന്റെ പേരിൽ ആഭാസതരങ്ങൾ കാണിക്കുക എന്ന ലക്ഷ്യം. ഈ അടുത്ത കാലത്ത് യദുവിന്റെ വിഷയം വന്നപ്പോൾ ആ ബസ്സിനകത്തിരുന്ന യാത്രക്കാരുടെ യാത്രാ ബുദ്ധിമുട്ടിനെ കുറിച്ച് വലിയ ക്ലാസ് എടുത്തവന്മാരാണ്. ഇപ്പൊ നോക്കിയേ, ഇവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കേണ്ടതുണ്ടോ? അത് തടയാൻ ശ്രമിച്ച പോലീസുകാരനെയാണ് തല്ലിയതിനു ശേഷം പോലീസുകാരൻ ആ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചു. അയാളും കാക്കിയിട്ട ഒരു മനുഷ്യനാണ്. അയാളുടെ ജോലി മാത്രമാണ് ചെയ്തത്. ആ ജോലി ചെയ്ത മനുഷ്യനെ പിടിച്ചു നിർത്തി മുഖത്തിടിച്ചതിന് ശേഷം പിന്നീട് സമരാഭാസമാണ്. ഉദ്ദേശം മറ്റൊന്നാണ്. KSRTC ബസ്സുകളിൽ ഇപ്പോൾ സർക്കാരിന്റെ പല പരസ്യങ്ങൾ പോകുന്നു. ഇതിന്റെ പേര് പറഞ്ഞ് അവർക്ക് കുറെ മറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനാണ് നേരെ തമ്പാനൂരിലേക്ക് സതീശൻ പറഞ്ഞുവിട്ടത്. ആ പറഞ്ഞുവിട്ടപ്പോൾ പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് പോലീസ് ബസ്സുകൾക്ക് സംരക്ഷണം കൊടുത്തു. അപ്പോഴാണ് 40-45 വയസ്സായിട്ടുള്ള ഒരു മുതുക്ക് ക്രിമിനലിനെ യൂത്തൻ എന്ന പേരിലിറക്കി അവിടെ പട്ടി ഷോ കാട്ടിയത്. പിന്നീട് ഇവനെ പോലീസ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ യഥാർത്ഥ കഞ്ഞിക്കുഴി സ്വഭാവം കൂടി പുറത്തെടുത്തിട്ടുണ്ട്. ഇതേ നോക്കിയേ. ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രവർത്തനപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വലിയ അക്രമമോ കല്യാണങ്ങളിയോ കടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകനെ ഇപ്പോൾ എടുത്തുകൊണ്ട് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ കൂടി അവരുടെ വാഹനത്തിലേക്ക് പോകുന്ന കാഴ്ച നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ആ പോലീസുകാരന്റെ മുഖത്ത് അനാവശ്യമായി ഇടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ആകേണ്ടതുണ്ട്. ഇവനെപ്പോലത്തെ ക്രിമിനലുകളെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവൻ ഇനി മേലാൽ ഒരു പോലീസുകാർക്കെതിരെയും ഇമാതിരി തെമ്മാടിത്തം കാണിക്കാൻ പാടില്ല. അത് അവനൊരു അനുഭവമാകേണ്ടതുണ്ട്. അതിന്റെ പേര് തന്നെയാണ് പോലീസിംഗ്. ക്രിമിനലുകളുടെ തേർവാഴ്ചയ്ക്ക് വിടുകയല്ല.
കുറച്ച് ക്യാമറകളെ വിളിച്ചു വരുത്തി അതിന്റെ മുന്നിൽ പട്ടി ഷോ കാണിച്ച് പോലീസുകാരെ അതിക്രമിച്ച് പേരെടുക്കാൻ അല്ലെങ്കിൽ ഹീറോ ആകാൻ, നേതാവാകാൻ ശ്രമിക്കുന്നവൻ. അവനെ ഈ തോന്നിവാസം കാണിച്ചിട്ട് ഇവിടത്തെ നിയമം എന്താണെന്ന് പഠിപ്പിക്കണ്ടേ? പോലീസുകാരെന്നാൽ ജനമൈത്രി മാത്രമല്ല, ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിൽ മറ്റൊരു പോലീസിംഗ് ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. അമ്മാതിരി തോന്നിവാസമാണ് ഒരു പാവപ്പെട്ട പോലീസുകാരന്റെ മുഖത്തിടിച്ചുകൊണ്ട് അവൻ കാട്ടിയത്. അതുകൊണ്ട് പിന്നീട് അവൻ ഇറക്കിയ കഞ്ഞിക്കുഴി നാടകത്തിനെയൊന്നും ആരും മുഖവിലേക്ക് എടുക്കണ്ട. അവൻ തുണിയും പറിച്ച് മുണ്ടും പറിച്ച് അവിടെ സെന്റിമെന്റ്സ് അടിച്ച് കിടക്കുകയാണ്. തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടതുണ്ട്. എന്താണ് പോലീസ് എന്ന് പിന്നീട് എല്ലാ കാലത്തും അവന്റെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതുമുണ്ട്. അതിന് തമ്പാനൂർ പോലീസ് തയ്യാറാകണം, ഒരു സംശയവും വേണ്ട. തോന്നിവാസം പോലീസുമാരുടെ നെഞ്ചത്ത് കാണിച്ചാൽ ഇവിടെ നിയമമൊക്കെ ശക്തമാണെന്ന് ഇവനൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഡിവൈഎഫ്ഐക്കാർ ഒരു SIയെ വഴി തടഞ്ഞ സമയത്ത് എന്തൊരു വികാരം പൊട്ടിയൊലിക്കലായിരുന്നു. അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസുകാർക്കെതിരെ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരെന്ന ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോൾ റിയൽ ക്രിമിനലുകളെ ഈ നാട്ടിൽ പോറ്റി വളർത്തുന്നത് ആരാണ് എന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്.